സുരേഷ് ഗോപി പറഞ്ഞത് അദ്ദേഹത്തിനും ആദിവാസികളെയും ഗോത്രവർഗ്ഗക്കാരെയും സേവിക്കാനുള്ള ആഗ്രഹമുണ്ട്. അവർക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിന് അതിലൊരു മിനിസ്ട്രി, അദ്ദേഹത്തിന് മന്ത്രിയാകണം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. അത് മോദിജിയോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിന് ചില ചിട്ടവട്ടങ്ങളുണ്ട്. ആ ചിട്ടവട്ടങ്ങൾ മാറണം. സേവനം ചെയ്യുവാൻ എല്ലാവർക്കും, ഏത് വിഭാഗത്തിലുള്ള ആൾക്കാർക്കും മറ്റ് ഇതര വിഭാഗങ്ങൾ സേവനം ചെയ്യുവാൻ കഴിയുന്ന ഒരു മാറ്റം ഇവിടെ വരണം. എത്ര വിശാലമായ കാഴ്ചപ്പാടാണ് സുരേഷ് ഗോപി പറഞ്ഞത്. എല്ലാവരും ചിന്തിക്കുക. അതിൽ അദ്ദേഹം ഉന്നത കുലജാതർ എന്നൊരു വാക്ക് ഉപയോഗിച്ചു. അതിലും അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ അറിയാതെ അദ്ദേഹത്തിന്റെ വായിൽ നിന്ന്, കാപട്യമില്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വീണ ഒരു വാക്കാണത്. ഉന്നത കുലജാതർ എന്ന് അദ്ദേഹം ഉദ്ദേശിച്ചത് മുന്നോക്ക വിഭാഗങ്ങൾ എന്ന് പറയുന്ന ആൾക്കാരെ ആണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അങ്ങനെയുള്ളവർ, അങ്ങനെ കരുതപ്പെടുന്ന ആളുകൾ, സമൂഹത്തിലെ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആദിവാസി ഗോത്ര സമൂഹങ്ങൾ അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറാകണം എന്ന ഏറ്റവും പുരോഗമനപരമായ ഒരു കാര്യമാണ് സുരേഷ് ഗോപി പറഞ്ഞത്. അല്ലെന്ന് ആർക്കും പറയാൻ കഴിയില്ല. അങ്ങനെയുള്ള ഒരു വലിയ ഒരു ചിന്താഗതി, വളരെ നല്ലൊരു ചിന്താഗതി, ഇത്രമാത്രം പുരോഗമനപരമായ ഒരു ചിന്താഗതി അദ്ദേഹത്തിന്റെ രീതിയിൽ, കാപട്യം ഉള്ളിൽ ഒതുക്കി നടക്കുന്ന ഒരാളല്ലാത്തതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹത്തിന്റെ വായിൽ നിന്നും ഉന്നത കുലജാതർ എന്ന ഒരു വാക്ക് വന്നുപോയി. സത്യത്തിൽ അദ്ദേഹം ഉദ്ദേശിച്ചത് എന്താണെന്ന് നമുക്ക് ഇപ്പോൾ വ്യക്തമാണ്. കാരണം അദ്ദേഹം ഉദ്ദേശിച്ച സമൂഹത്തിൽ മുന്നോക്ക വിഭാഗങ്ങളും പിന്നോക്ക വിഭാഗങ്ങളും തമ്മിലുള്ള വേർതിരിവ് മന്ത്രിമാരുടെ ഇടയിലും മാറണം, ഭരണകർത്താക്കളുടെ ഇടയിലും മാറണം എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം വ്യക്തമായി ഉദ്ദേശിച്ചത്. അദ്ദേഹമാണ് യഥാർത്ഥത്തിൽ വിപ്ലവകാരി എന്ന് തന്നെ പറയാം. കേരളത്തിലെ രാഷ്ട്രീയക്കാർ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇവിടെ കിട്ടുന്ന ഫണ്ടുകളൊക്കെ അട്ടപ്പാടിയിലും അതുപോലെ ഒരു കൂര പോലും ഇല്ലാതെ മഴയും വെയിലും എല്ലാം കൊണ്ട് വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആദിവാസി വിഭാഗങ്ങൾക്കുള്ള ഫണ്ടുകൾ കൃത്യമായി അവർക്ക് എത്തിക്കാൻ ഈ പുരോഗമനം പറയുന്ന ഇവിടെ സുരേഷ് ഗോപിയെ ഒരു നല്ല കാര്യം പറഞ്ഞതിന്റെ പേരിൽ വാക്കു പറഞ്ഞതിൽ അദ്ദേഹത്തെ കരിവാരി തേക്കുന്ന ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് കഴിഞ്ഞിട്ടുണ്ടോ? തീർച്ചയായും ഇല്ല. അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ഒരു ആഗ്രഹം പറഞ്ഞു. അദ്ദേഹത്തിനും ഇതിന് തീർച്ചയായും ഒരു അവസരം ഉണ്ടാകണം. ആദിവാസി ഗോത്ര വിഭാഗങ്ങളെ സേവിക്കാൻ അദ്ദേഹത്തിന് അവസരം ഉണ്ടായാൽ അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്ന് അദ്ദേഹത്തിന് കുറച്ച് വിശ്വാസമുള്ളത് കൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. അപ്പോൾ തീർച്ചയായും കേരളത്തിലെ ജനങ്ങൾക്ക് സുരേഷ് ഗോപി അറിയാം. കേരളത്തിലെ രാഷ്ട്രീയക്കാരും ചില മാധ്യമങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് അദ്ദേഹത്തെ കരിവാരി തേക്കാൻ ശ്രമിച്ചവരും എന്നും പരാജയപ്പെട്ടിട്ടേ ഉള്ളൂ. അതിന്റെ വൈരാഗ്യം അവർക്ക് സുരേഷ് ഗോപിയോടുണ്ട്. സുരേഷ് ഗോപിയെ തോൽപ്പിക്കാൻ കഴിയുമെന്ന് ഉറച്ചു വിശ്വസിച്ച കേരളത്തിലെ രാഷ്ട്രീയക്കാരും അതുപോലെ മാധ്യമങ്ങളും പരാജയപ്പെടുകയാണ് ചെയ്തത്. ഉന്നത വിജയം സുരേഷ് ഗോപി നേടുകയാണ് ചെയ്തത്. വളരെ മികച്ച ഭൂരിപക്ഷത്തോടെയാണ് തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചത്. ആ യാഥാർത്ഥ്യവും ആ വൈരാഗ്യവും ഇവർക്ക് സുരേഷ് ഗോപിയോടുണ്ട്. പ്രധാന കാരണം സുരേഷ് ഗോപി BJPയുടെ മന്ത്രിയാണ്, BJPയുടെ MP ആണ് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഇവർ ഇങ്ങനെ വേട്ടയാടുന്നത്. തീർച്ചയായും ഇവരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഒന്ന് മാറി നിൽക്കൂ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയുടെ തോളിൽ തട്ടിയതിന് ഇദ്ദേഹം പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ നികൃഷ്ടമായ രാഷ്ട്രീയവും ഉടുപ്പില്ലാത്ത മാധ്യമധർമ്മവുമാണ് ഇവിടെ നടക്കുന്നത്. ജനങ്ങൾ ഇതിന് മറുപടി കൊടുക്കും. ജനങ്ങളുടെ മനസ്സിലാണ് സുരേഷ് ഗോപിക്കുള്ള സ്ഥാനം. അദ്ദേഹം പറഞ്ഞതിന്റെ തത്വം, അദ്ദേഹം പറഞ്ഞതിന്റെ യാഥാർത്ഥ്യം ജനങ്ങൾ മനസ്സിലാക്കും. വളരെ മികച്ച സ്വാഗതാർഹമായ പുരോഗമനപരമായ ചിന്താഗതിയാണ് സുരേഷ് ഗോപി പങ്കുവച്ചത്. മന്ത്രിമാരിലും ഇന്നവർക്ക് ഇന്നവർ മാത്രം എന്നുള്ള ആ ഒരു ചിന്താഗതി അത് മാറി എല്ലാവരും പരസ്പരം അംഗീകരിക്കണം എന്നുള്ളതാണ്. തീർച്ചയായും അദ്ദേഹത്തിന്റെ സ്ഥാനം ജനങ്ങളുടെ മനസ്സുകളിൽ തന്നെയാണ്.